ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരള ജോബ് വേക്കൻസി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഫസ്റ്റ് ഒരു ആഡായിരുന്നു. ഡേറ്റ് വരുന്നത് 25-ാം തീയതി ഒന്നാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ട് ലേറ്റായി, കാരണം അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ നമുക്ക് അതിൽ വരുന്ന ജോബ് വേക്കൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയുർവേദ കമ്പനിയിലേക്ക് ആളാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ആഡ് കണ്ടിരുന്നത്. അതെന്ന് വെച്ചാൽ +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാമെന്നായിരുന്നു. പാക്കിങ്, ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ സെയിൽസ് ബോയ്, സെയിൽസ് ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ബില്ലിങ്ങിലേക്ക്, സ്റ്റോർ കീപ്പർ എന്നീ ഇതിലേക്കൊക്കെയാണ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞേക്കണത്. സാലറി 18 തൊട്ട് 25 വരെയാണ് സാലറി ഒരു പറഞ്ഞേക്കണത്. ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കും, താമസം ഭക്ഷണം ഫ്രീ ആയിരിക്കും, മുൻപരിചയം ആവശ്യമില്ല, ഏജ് അറിയുന്നത് 30-നുള്ളിലായിരിക്കണം, അത്രയും ഇവർ പറയണുള്ളൂ. പിന്നെ ഫോൺ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് മാത്രമാണ് ഇവർ കൊടുത്തേക്കണേ. അപ്പോൾ ഞാൻ ഈ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി. ഇവരെ വിളിച്ച് 2 വട്ടം വിളിച്ചു, കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്തു, വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടു, ഒരു ഹലോ അയച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനൊരു ആഡ് കണ്ടു, അപ്പോൾ ആഡിന് വേണ്ടി ജോബ് ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടിയാണ് മെസ്സേജ് അയക്കണേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വോയിസ് ഇട്ടു. വോയിസ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു ആയുർവേദ കമ്പനിയുടെ ഔട്ട്ലെറ്റാണ്. കോട്ടയത്താണ് മെയിൻ ബ്രാഞ്ച് വരുന്നത്. ഇവിടെ നമ്മളൊരു ഔട്ട്ലെറ്റ് ഇട്ടേക്കാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണ്. ഇവിടേക്ക് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ കീപ്പർ ആവശ്യമുണ്ട്, അതുപോലെ പാക്കിങ്ങിലേക്ക്, അങ്ങനെ ഇതിൽ പറയുന്ന സെക്ഷൻസൊക്കെ പറഞ്ഞു. ഇതിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ഓഫീസ് വർക്കാണ്, അതും ഒരു പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു സാലറി വരുന്നത് 18 തൊട്ട് 20-നുള്ള 18 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന്, അങ്ങനെ എന്തോ ആണ് പറയണേ. ഞാൻ വോയിസ് അടിയിൽ ആഡ് ചെയ്തേക്കാം. അവർ പറയും ജോലിസ്ഥലം വരുന്നത് തൃശ്ശൂർ കുന്നംകുളത്താട്ടോ. നമുക്ക് ആയുർവേദ കമ്പനിയുടെ ഒരു ഔട്ട്ലെറ്റ് അവിടെ വരുന്നത്. അതിലിങ്ങനെ പാക്കിങ്ങിൽ, ബില്ലിങ്, സ്റ്റോർ കീപ്പർ, ഡെലിവറി ഓഫീസിലൊക്കെ എന്ന് വർക്കുള്ളാട്ടോ. അപ്പോൾ നമുക്കൊരു 3 ദിവസത്തെ പരിശീലനമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് സാലറി ബേസ് ഒക്കെ ഇരുന്ന് സ്റ്റാർട്ടിങ്ങിൽ 18,000 തൊട്ടുണ്ടായിരിക്കും. വർക്കിംഗ് ടൈം വരുന്നത് 10 to 6 മണി വരെ വർക്കിംഗ് ടൈമും, അതുപോലെ മാസത്തിൽ 4 ലീവ് ഉണ്ടാവും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ബയോഡാറ്റ അയച്ചും ബാക്കി ഡീറ്റെയിൽസും കൂടെ അയച്ചു തരാം കേട്ടോ. നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 3 ദിവസത്തിലാണ് ജോയിൻ ചെയ്യാം കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ കാലത്ത് 10 മണിക്ക് മുമ്പായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇൻ്റർവ്യൂ ഇത് ജോയിനിങ് ആയിരിക്കും. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും കൊണ്ടുവന്ന് തന്നെ നമുക്ക് ജോലി കയറാം കേട്ടോ. ഈ താഴെ തന്നിട്ടുള്ള ലൊക്കേഷൻ എന്നിട്ട് കോൺടാക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ ഞാൻ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ലേ? അപ്പോൾ 3 ദിവസത്തിനുള്ളിലല്ലേ? ഓക്കെ, ഞാൻ വിളിക്കാം കേട്ടോ. ഇതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ കേട്ടോ. ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഒരു മെസ്സേജ് അയച്ചാൽ കേട്ടോ. ഈ 300 രൂപ ഫീ എങ്ങനെ എന്തിനാ വരണേ? നമുക്കിപ്പോൾ ജോലിക്ക് കയറാൻ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണോ? പിന്നെ നമുക്ക് ഫീയോ കാര്യങ്ങളോ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഒരു 300 രൂപ ഫീ ആയിട്ട് വരും കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫീയോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ CV അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ CV അയച്ചു കൊടുത്തു. CV അയച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇവിടെയാണ് ലൊക്കേഷൻ വരുന്നത്, നമുക്കിത് ജോയിൻ ഫീ ആയിട്ട് ഒരു 300 രൂപ വരുന്നുണ്ട്, ലൊക്കേഷൻ അയച്ചു തരാം, ആ ലൊക്കേഷനിലേക്ക് വന്നാൽ മതി. 3 ദിവസം ട്രെയിനിങ് ഉണ്ടാവും. വരുന്ന ദിവസം തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. ഡ്രസ്സ് കൊണ്ടുവന്നാലാണ് നമുക്ക് ഇവിടെ അന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അന്ന് തന്നെ ജോലി ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു. ഞാനും ശരി ഓക്കേക്ക് പറഞ്ഞ് പിന്നെ പിറ്റേ ദിവസം 25-ാം തീയതി ഞാൻ മെസ്സേജ് കണ്ടു. 26-ാം തീയതി ഞാനപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഒരു 7 മണിക്കായപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. കാരണം രാവിലെയും വൈകിട്ടും മാത്രമാണ് ഇവർക്ക് ജോയിൻ ചെയ്യാനായിട്ടൊരു ടൈം ഒരു അനുവദിക്കണുള്ളൂ. 10 മണിക്കുള്ളിൽ, രാവിലെ 10 മണിക്കുള്ളിലും, അതുപോലെ തന്നെ വൈകിട്ട് 7 മണി തൊട്ടാണ്. അത് ഞാൻ ഇതിൻ്റെ അടിയിൽ ആഡ് ചെയ്യാം, ടൈമുണ്ട്. ആ സമയത്ത് ഇൻ്റർവ്യൂവിൻ്റെ എല്ലാമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലാണ് എനിക്ക് അവിടെ എത്താൻ പറ്റില്ലായിരുന്നു. കുന്നംകുളത്താണ് ഇവരെ ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ കുന്നംകുളത്ത് ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു 3 നിലയുള്ള ഒരു വീട്, ഓഫീസ് എന്ന് പറയാനില്ല, ഒരു 3 നിലയുള്ള ഒരു വീട്. അതിൽ 2ാമത്തെ ഫ്ലോറിലാണ് ഇവരുടെ ഓഫീസ് വരുന്നത്. ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു വീട് പോലെ തന്നെ, ഓഫീസ് എന്ന രീതിയിലൊന്നും വലിയ അലങ്കരിച്ച് അങ്ങനെ ഇതൊന്നുമില്ല. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ ആളുടെ ഒരു ചെയറും ആളുടെ ഒരു കാണാം. അത് കഴിഞ്ഞ് ഉള്ളിലോട്ട് നമ്മളോട് ഒരു ലേഡീൻ്റെ ഇടയിൽ ബസ്സിന് വരൂട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ലേഡി ഇങ്ങനെ പറയും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് തന്നോളൂ, ഇൻ്റർവ്യൂവിന് വന്നതാണോ എന്ന് ചോദിച്ച് മുകളിലോട്ടൊക്കെ കൊണ്ടുവന്ന ആൾ തന്നെയാണ് ചെല്ലുമ്പോൾ തന്നെ.
അത് കഴിഞ്ഞ് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങി മാനേജർക്ക് കൊണ്ടു കൊടുക്കും. മാനേജർ ഉള്ളിലോട്ട് വിളിക്കും. മാനേജർ ഉള്ളിലോട്ട് വിളിച്ച് നമ്മൾ മാനേജറോട് സംസാരിക്കുന്ന സമയത്ത് മാനേജർ നമ്മളോട് വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കണില്ല. ഇൻ്റർവ്യൂ ആണെന്ന് തോന്നില്ല, നമ്മുടെ വെറുതെ ചോദിക്കും, ക്വാളിഫിക്കേഷൻ ചോദിക്കും. അത് കഴിഞ്ഞ് ആളൊരു ഫോം വരും, ഫോം ഫില്ല് ചെയ്തോളാൻ പറയും. ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ആ ഫോമിൽ നമ്മളോട് ഇത്ര കാര്യങ്ങൾ ചോദിക്കുന്നുള്ളൂ: നമ്മുടെ പേര്, അഡ്രസ്സ്, പിന്നെ അച്ഛൻ്റെ നെയിം, പിന്നെ നമ്മുടെ വീട്ടിൽ വിളിച്ചാൽ കിട്ടുന്ന ഒരു കോൺടാക്റ്റ്, പിന്നെ ഇവരുടെ ഒരു ഫീ ഉണ്ട്, ജോയിനിങ് ഫീ എന്ന് പറഞ്ഞിട്ട് 400. നമ്മളോട് 300 രൂപ പറഞ്ഞേക്കണം. വാട്സപ്പിൽ ഇതാൾ നമുക്ക് അയച്ചെന്ന ഇതിലൊക്കെ 300 രൂപയുള്ള ഡീറ്റെയിൽസിൽ അവിടെ വരുമ്പോൾ 400 രൂപയായി. അത് കഴിഞ്ഞ് സാലറിയുടെ കാര്യം ആൾ പറയും. ഇത് സൈൻ ചെയ്യണമെങ്കിൽ മുന്നേ ആൾ സാലറിയുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ആൾ പറയും 16 തൊട്ട് 18 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് സാലറി വരാം. നമ്മളോട് 18 ഇവിടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അത് 16 ആവും. ഓക്കെ, എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ജോലി എന്നുള്ള രീതിയിൽ ചെല്ലാം. കാരണം പാക്കിങ് കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഒരു ടെസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആൾ സംസാരിക്കുന്ന ഇടയിൽ ആൾ ഇങ്ങനെ പറയും, ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ഉണ്ടാവും, ഫീൽഡ് വർക്കൊക്കെ ഉണ്ടാവും. എല്ലാം പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ 10-40,000 നമ്മുടെ ഉള്ളതിൽ തന്നെ ഒരു 22-23 വയസ്സായ കൊച്ചിപ്പോൾ 60,000-70,000 സാലറിയിൽ അവിടെ നിൽക്കണമെന്ന് പറയും. എല്ലാ ബിസിനസ്സുകാരും പറയുന്ന സെയിം ഇതന്നെ. നമ്മളിതൊക്കെ കേട്ട് കഴിഞ്ഞ് സംഭവം അതിൽ സൈൻ ചെയ്ത് ഞാൻ 400 ഫീ ഞാൻ ഗൂഗിൾ പേ ചെയ്തു. കാരണം തിരിച്ച് നമ്മൾ മേടിക്കണം, അല്ലെങ്കിൽ അത് പെടും. കാശായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തെളിവുണ്ടാവില്ല. ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി എല്ലാം കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞു ബാഗ് മുകളിൽ കൊണ്ട് വെച്ചോളാൻ പറഞ്ഞു. നമ്മൾ ബാഗ് മുകളിൽ കൊണ്ട് വെച്ചോളാൻ പറഞ്ഞപ്പോൾ അവിടെയാണ് നമ്മുടെ ഹോസ്റ്റൽ സൗകര്യം വരുന്നത്. അപ്പോൾ ഞാൻ മുകളിൽ ബാഗ് കൊണ്ട് വെച്ചപ്പോൾ അവിടെ ഒന്ന് മൊത്തം ഒന്ന് നോക്കി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്, ഒരു ഹാള്, 2 റൂം, ഒരു അടുക്കള, ഒരു ബാത്റൂം. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ സൗകര്യം എന്ന് പറയുന്നത്. കുറേ ആൾക്കാർ അവിടെ ചെന്നപ്പോൾ കുറേ പിള്ളേരുള്ള മാതിരി എനിക്ക് ഫീൽ ചെയ്തു. കാരണം കുറേ ബാഗും കുറേ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ. വലിയ ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമൊന്നും കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കിടന്ന് ഉറങ്ങാം, അത്രയേ ഉള്ളൂ. താഴെ നമുക്ക് അത്ര വൃത്തി കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, അതിനുള്ള വൃത്തി തന്നെ ഉള്ളൂ. പിന്നെ സാധാ ഹോസ്റ്റലിൽ കാണുന്ന ആ ബെഡും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹോസ്റ്റലിൽ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് അടിയിൽ കൊടുക്കുന്നുണ്ട്. ഫുഡ് കാര്യങ്ങൾ എന്താ ഞാൻ നോക്കാൻ പോയില്ല, അത് കാരണം എനിക്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയില്ല. ഫുഡും ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളോട് പറഞ്ഞു നമുക്ക് ട്രെയിനിങ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഞാൻ അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ വിചാരം എന്താ, ട്രെയിനിങ്ങിന് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പനിയിലായിരിക്കും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനെ വിചാരിച്ചാണ് ഞാനും പോണേ. അവിടെ നിന്ന് അവൻ്റെ കൂടെ 2 ലേഡീസും കൂടി ഉണ്ട്. അവർ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ആ പയ്യൻ്റെ അടുത്ത് കൊണ്ടാക്കി. ആ പയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നേക്കാളും ഒരു വയസ്സിന് താഴെയുള്ളൊരു പയ്യനാണ്. ഉടനെ പയ്യൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമുക്ക് അവിടെ വരുമ്പോൾ അവർക്ക് സാറാണ്. ആളുടെ അടുത്ത് കൊണ്ടാക്കി. ആളുടെ അടുത്ത് കൊണ്ടാക്കിയത് അതൊരു നടു റോട്ടിൽ കൊണ്ടുവിടുക ചെയ്തേട്ടാ. അപ്പോൾ ഈ ചങ്ങായി എന്നെ ഒരു ആക്റ്റീവായിട്ട് അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ സംസാരിച്ചു, എവിടെ നിന്നാണ് വരണേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നോട് കോൺടാക്ട് ആണെന്ന് ചോദിച്ചു. പറഞ്ഞു അതെ ഞാനാണ് കോൺടാക്ട് ചെയ്തത്. ഞാൻ 18 ആണല്ലോ സാലറി പറഞ്ഞിട്ടുണ്ടായി, അവിടെ 16 ആയില്ല. അപ്പോൾ ആളൊന്ന് ചിരിച്ചു. നമ്മളോടൊന്നും പറയണമെന്നില്ലടാ, ഒരു ചിരിയൊന്നും. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുക, എനിക്ക് എന്താ സംഭവം. അപ്പോൾ ഒരു പെങ്കൊച്ച് അവിടെ നിന്ന് ബാഗും ചോന്ന് വരുന്നുണ്ട്. പറഞ്ഞു ഇതാണ് എന്താ പേര് പറഞ്ഞിട്ട്, പേര് എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞു തരും, ബ്രോയുടെ മാഡാണെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നിട്ട് വർക്ക് എന്തിട്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് ഇങ്ങനെ വീടുകളിൽ കൊണ്ട് വിൽക്കണം. എങ്ങനെ പാക്കിങ്, സെയിൽസ് കീപ്പർ, എന്തൊക്കെ പറഞ്ഞിരുന്നത് നമ്മളോട്. അത് അവിടെ ചെന്ന് പറയുകയാണ് ഈ പ്രൊഡക്റ്റ് കൊണ്ട് വീട്ടിലോണ്ട് വിൽക്കണം. അവരുടെ കുറച്ച് പ്രൊഡക്റ്റ് മറ്റേ ലോഷനും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതല്ലല്ലോ നമ്മളോട് പറഞ്ഞ ജോലി. അപ്പോൾ പറഞ്ഞു ഇത് കുറച്ചാളത്തേക്ക് ഉണ്ടാവും, പിന്നെ ഓഫീസ് വർക്കായിരിക്കും. അപ്പോഴും ഈ പയ്യൻ പറയുന്നത് അങ്ങനെ കേട്ടോ. ഞാൻ ഈ കൊച്ചിൻ്റെ കൂടെ പോയി, എന്നിട്ട് വർക്കെന്ന് അറിയണമല്ലോ. ഈ കൊച്ചിൻ്റെ കൂടെ പോയി. ഇപ്പോൾ ഈ കൊച്ച് എന്നോട് ചോദിക്കുകയാണ് ചേട്ടാ ആഡ് കണ്ട് വന്നതാണോ? അപ്പം ഞാൻ പറഞ്ഞു അതെ ആഡ് കണ്ട് വന്നതാണ്. എന്നെ ആഡ് കണ്ട് വന്നതാണ്. ഇവിടെ ഫീയൊക്കെ അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയണേ ഫീൽഡ് വർക്കാണ്, 6 മാസത്തോളം ഫീൽഡ് വർക്ക്, അത് കഴിഞ്ഞാൽ ഓഫീസ് വർക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഉടായിപ്പാന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് ഒരു ടാർഗറ്റും ഉണ്ട്, നമ്മളൊരു ദിവസം 20 പീസ് വിൽക്കണം. ഇതാണ് ഇവരുടെ ജോബിൻ്റെ ഒരു ഉള്ളടക്കം കഴിഞ്ഞ് ഇതാണ്. കൊണ്ടുപോയി വീടുകളിൽ വിൽക്കുക, 20 എണ്ണം വെച്ച് 20 പീസ് വെച്ച് വിൽക്കുക ഇവരുടെ പ്രൊഡക്റ്റ്. അങ്ങനെ ഇതൊക്കെ ഈ പെങ്കൊച്ച് ഇങ്ങനെ എന്നോട് പറഞ്ഞു. ഇങ്ങനെയാണ് ഞാനും വന്നപ്പോൾ ഞാൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായി, അവർ പറയില്ല അവർ പറ്റിച്ചാന്നൊക്കെ ഈ പെങ്കൊച്ച് പറഞ്ഞു. ഞാൻ നേരെ എന്നെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ജോലി ആവശ്യമില്ല, നിങ്ങളെന്നോട് പറഞ്ഞത് വെറുതെയാണ് ഇങ്ങനൊരു കാര്യം പറയുന്നത്, പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ നടക്കുന്നത്, ഫുൾ ഉടായിപ്പാണ് നിങ്ങൾ കാണിക്കുന്നത്, എനിക്ക് നിങ്ങളുടെ മാനേജറുടെ അടുത്ത് തിരിച്ച് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്നോട് ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാം, ഇവിടുന്ന് അവിടെ നിന്ന് ഏകദേശം 10-20 കിലോമീറ്ററിൻ്റെ അടുത്ത് 20-17 കിലോമീറ്റർ ആണ്ട് ഉണ്ട് അവിടേക്ക്.
ഞാൻ നിൽക്കണോടത്തേക്ക്, ഓഫീസിൽ നിന്ന് ഞാൻ നിൽക്കണോടത്തേക്ക്. അവിടെ നിന്ന് ആൾ എന്നോട് പറഞ്ഞു ബസ് കയറി പൊക്കോളാൻ. തിരിച്ച് അങ്ങോട്ട് കൊണ്ടാക്കിയത് കാറിലൊക്കെ കൊണ്ടാക്കിയിട്ടാണ്. തിരിച്ച് നമ്മൾ നിർത്താമെന്ന് പറഞ്ഞു ബസ് കയറി പൊക്കോളാൻ. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ബസ് കയറി കുന്നംകുളം സ്റ്റാൻഡിൽ വന്നു. കുന്നംകുളം സ്റ്റാൻഡിൽ നിന്ന് ഞാൻ നടന്ന് ഇവരെ ഓഫീസിൽ പോയി. ഓഫീസിൽ എത്തി കഴിഞ്ഞപ്പോൾ ഓഫീസൊക്കെ പൂട്ടിയിട്ടേക്കണ്, ആരുമില്ല ഓഫീസിൽ. ആ വീഡിയോ ഞാൻ അടിയിൽ ആഡ് ചെയ്യാം. ഓഫീസ് പൂട്ടിയിട്ടേക്കുന്നത്, ഞാൻ വന്ന് അവിടെ നിൽക്കുന്നുണ്ട്, ഒരാളുമില്ല ഓഫീസിൻ്റെ അവിടെ. അത് കഴിഞ്ഞ് ഞാൻ മോളിൽ പോയി ഹോസ്റ്റലിൽ നിന്നപ്പോൾ രണ്ടാമത്തെ റൂമിൽ ഈ ഓഫീസർ അവിടെ കിടന്ന മാനേജർ കിടന്ന് തുടങ്ങുന്നത് അവിടെയാണ്. ഞാൻ ഇങ്ങനെ മുകളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് കയറി ചെന്നു. റൂമിലത്തെ ഓരോ ഡോർ ഇങ്ങനെ തട്ടി, റൂം ഇങ്ങനെ ഓരോ ഡോറ് തട്ടിയപ്പോഴും ഒരു ഡോറ് തട്ടിയപ്പോൾ അത് ലോക്കഡാണ് ഉള്ളിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹലോ ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അടിയിൽ വർക്ക് ചെയ്യണ എൻ്റെ ഇന്ന് ജോയിൻ ചെയ്തതാ, ഒന്ന് സംസാരിക്കാനാന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു പറ്റില്ല, ഞാൻ ഡ്രസ്സൊക്കെ മാറിക്കെടുക്കുക. അതിൻ്റെ ബോഡിയോ ഞാൻ അടിയിൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കുമെന്ന് അറിയില്ല, അത് കാരണം കൊണ്ടാണ് ഞാനിത് പറയണേ. ഹലോ, അടിയിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു, ഒന്ന് തുറക്കുമോ? ഈ അടിയിലത്തെ ആയുർവേദ ഇതിൽ വർക്ക് ചെയ്യുന്ന സ്ഥലം തന്നെയല്ലേ ഇതും? എന്താണോ അടിയിൽ അവിടുത്തെ സ്റ്റാഫൊക്കെ എപ്പോഴാണ് വരിക? ഈവനിങ് ആവും. അല്ല, ഞാൻ അവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ വന്നതായിരുന്നേ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായത്. ശരിക്കും അവിടെ ചെന്നപ്പോൾ ഫീൽഡ് വർക്കാണേ. ഫീൽഡ് വർക്കല്ല നമ്മളോട് കാര്യം പറഞ്ഞേക്കണേ. വൈകിട്ടില്ലേ? എത്ര മണിക്ക് വരും അവർ? അവർ വിളിച്ചിട്ടാണ് ഈ ഫോൺ എടുക്കണില്ല. എന്താ വാതിൽ ഓർക്കാത്തന്ന്? ശരി കുഴപ്പമില്ല, കിടന്നോളൂ. ഇല്ല, ഞങ്ങളൊരു ലീഗലായിട്ടൊരു കാര്യം മൂവ് ചെയ്യണേ. അപ്പോൾ അവരൊന്ന് കാണണം എന്തായാലും. നിങ്ങളുടെ തന്നെ സ്റ്റാഫ് പറഞ്ഞ കാര്യം എല്ലാം കൂടി നോക്കുമ്പോൾ എല്ലാവരും പറ്റിച്ചിട്ട് തന്നെയാണ് അവർ ചേർക്കണേ. നിങ്ങളുടെ തന്നെ ഇവർ തന്നെ സ്റ്റാഫേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവരോട് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് അവരെ കാറ്റിയെന്ന്. അത് എൻ്റെ എല്ലാ റെക്കോർഡാ. ഇവിടെ ആൾ ഫസ്റ്റ് പറയുമ്പോൾ തൊട്ടുള്ള എല്ലാ കാര്യം റെക്കോർഡാ. നമ്മളെല്ലാം ഒന്ന് നോക്കണം എന്തായാലും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇവിടം വരെ വരുത്തി, ഞാനാണെങ്കിൽ തൃശ്ശൂരുള്ള ആളാണ്. ഇവിടം വരെ നമ്മൾ ഈ സാധനം എല്ലാം ചോദിക്കുന്നു, ഇത്രയും പൈസ കൊടുത്ത് നമ്മളിങ്ങോട്ട് വരുമ്പോൾ നഷ്ടമല്ല. നമുക്ക് പറയണ കാര്യമല്ല ചെയ്യണ്ടേ, നമുക്ക് ലീഗലായിട്ടൊന്ന് നോക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ നോക്കിയത്. ഇപ്പോൾ അടിയിലാളെ കാണാത്ത തന്നെ മുകളിലൊന്നും തട്ടി. വൈകുന്നേരം എത്ര മണിക്കാവെന്ന് പറഞ്ഞവർ? 6 മണിയുടെ ഡ്രസ്സ് മറിയെടുക്കുക, അതിനെ പുറത്ത് തരാൻ പറ്റില്ല. എന്തായിരുന്നു ഇതെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നിയമപരമായിട്ട് പോകണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറഞ്ഞ കാര്യങ്ങളൊന്നല്ല ഇവിടെ വന്നപ്പോൾ നടക്കുന്നത്. പിന്നെ നമ്മുടെ ഫീ വാങ്ങിയിട്ട് ഒരു വാലൊക്കെ അടച്ച് പൂട്ടി പോയേക്കാണ്. ഫീ തിരിച്ച് കിട്ടില്ല. നമ്മോട് ബാഗ് ഞാൻ രണ്ടാമത് ഇത് കഴിഞ്ഞിട്ട് മറ്റേ അവിടെയുള്ള എന്നെ കണ്ട ആ പയ്യനെ വിളിച്ചപ്പോൾ അവൻ പറയുകയാണ് ബാഗ് അവിടെ ഇരിക്കണില്ലേ, പൊക്കൂടെ. നമ്മൾ 400 ഫീ കൊടുത്തിട്ടുണ്ട്, ആ ഫീ തിരിച്ച് കിട്ടണം. ഇവരെ വിളിച്ചപ്പോൾ ഒരു ഫോണൊന്നും എടുക്കണമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഇവരുടെ മെയിനായിട്ടൊരു മാനേജറുണ്ട്, ആളെ വിളിച്ച് മറ്റേ പയ്യനെ ചൂടായ കാരണം കൊണ്ട് മറ്റേ മാനേജർ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട്, ട്രെയിനിങ്ങിന് എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഈ 400 എനിക്ക് തിരിച്ചിട്ടില്ല ചോദിച്ചപ്പോൾ ആൾ ഭയങ്കര കിട്ടൂലോ പിന്നെന്താ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓഫീസൊക്കെ അടച്ച് പോയി ആരെയെന്ന് ഞാൻ 400 വാങ്ങണ്ടേ, മുകളിൽ ആളുണ്ട്, മുകളിൽ നിന്ന് ഇപ്പോൾ വരും കേട്ടോ. ഞാൻ ചെന്നപ്പോൾ ആ മാനേജർ റൂമിൽ നിന്ന് ആളിറങ്ങി വന്നിട്ട് 400 തരാൻ എന്താണ് അഖിൽ പ്രശ്നം എന്താണ്? ഞാൻ അവിടെ നിന്ന് ഇതൊക്കെ അയാളോടാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മിണ്ടാണ്ടിരിക്കുക. ഞാൻ പറയണതിനൊന്നും റിപ്ലൈ ഇല്ല. സീരിയസ് നടക്കുന്ന കാര്യമാണ് അവിടെ. അപ്പോൾ റിപ്ലൈ ഇല്ല. ഇറങ്ങി വന്ന് ആൾ 400 എനിക്ക് തന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു, നിങ്ങൾ ഉഡായിപ്പ് പരിപാടി കാണിക്കരുത്. നിങ്ങൾ പറഞ്ഞോ ഇങ്ങനെ ഫീൽഡ് വർക്കാണ്, 16,000 സാലറി ഉണ്ട്, പിന്നെ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ ഓഫീസ് സ്റ്റാഫ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു ആഡ് ചെയ്യി. അത് കഴിഞ്ഞ് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യം കാര്യം പറഞ്ഞിട്ട് ആളെടുക്കുക. അപ്പോൾ അതൊരു നല്ല ജോലിയായിട്ട് അത് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് അത് നല്ലൊരു ജോലിയായിരിക്കും. അപ്പം അങ്ങനെയായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ ജോലി നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ നമ്പർ ഡീറ്റെയിൽസ് ഞാൻ അടിയിൽ കൊടുക്കാം. നമുക്ക് വരുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും, സെയിൽസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. വീടുകളിൽ പോയിട്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം. 6 മാസത്തേക്കാണെന്ന് അവർ പറയണേ. അതെനിക്ക് ഫുൾ അത് കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്കറിയില്ല. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസ് സ്റ്റാഫ് ആക്കുമെന്നാണ് പറയണത്. ഞാനവിടെ കണ്ട പയ്യനും മറ്റേ 1 വർഷം ആയതാണ്, അവൻ അങ്ങനെ നിൽക്കുന്നതാണെന്ന് പറഞ്ഞത് എന്നോട്. എനിക്ക് കൃത്യമായിട്ട് അതും ഡീറ്റെയിൽസ് അറിയില്ല. ഈ പെങ്കൊച്ച് പറഞ്ഞ ഇത് വെച്ചിട്ടാണ് പറയണത് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരാക്കുന്നല്ല, ഓഫീസ് സ്റ്റാഫ് ആക്കും.
അപ്പോൾ 6 മാസത്തേക്ക് നമുക്ക് വീടുകളിൽ പോയിട്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ജോലി നല്ല ജോലിയാണ്. റൂം, ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് പറഞ്ഞത്. ശരി.